എന്നാലും അമ്മയ്ക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു തലകറക്കം. സീതയുടെ വിവാഹം 4 വർഷം മുൻപ് കഴിഞ്ഞതാണെന്ന സത്യം ശാരദയ്ക്ക് താങ്ങാവുന്നതിലധികമായി. സ്നേഹത്തിലെ അവരോട് പറഞ്ഞത് രവിയേട്ടൻ ഒരു ലോക്കർ വാങ്ങുന്നുണ്ട്, സീതയുടെ ഓർണമെന്റ്സ് വേണമെങ്കിൽ അതിൽ വെക്കാന്ന്. എല്ലാം മനസ്സിലാക്കി മതികല തന്ത്രങ്ങൾ മെനയുമ്പോഴും വയലോരം വീട്ടിൽ സത്യം തുറന്നു പറയാൻ സീതയ്ക്കായി. എനിക്ക് നിന്നോട് മാത്രമായിരുന്നു. എന്നെ എന്നിട്ട് നീ ചതിച്ചു, എന്നെയും എന്റെ മോനെ. അമ്മേ, ഞാൻ ഒരക്ഷരം മിണ്ടരുത്. ഒരു കള്ളത്തരം ഒരുപാട് കാലം മൂടിവെക്കാൻ പറ്റത്തില്ലെന്നാ. അത് സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചാലും കള്ളം കള്ളം തന്നെ. എല്ലാം ഉള്ളിലൊതുക്കി കരയാനേ സീതയ്ക്കായി. പോയി കെട്ടും ഭാണ്ഡമൊക്കെ അടുക്കി വെച്ചോ. ഇന്ന് വൈകിട്ട് തന്നെ കാണും കുടിയിറക്ക് മഹോത്സവം. തുടർന്ന് കാണുക. ഇതെവിടെ പോയി? അമ്മ എണീറ്റില്ല അപ്പച്ചമ്മേ? എണീറ്റാണുമല്ലോ. മുറിയിലില്ലേ? ഇല്ല, അടുക്കളയിലും ഇല്ല, മുറ്റത്തും ഇല്ല. അയ്യോടാ, പിന്നെ ശാരദ ഇത് എവിടെ പോയി? നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ അമ്പലത്തിലോ വല്ലോ പോകുമെന്ന്? ഇല്ല. എന്നാ ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും അവളിത് എവിടെ പോയി? ബാലേട്ടാ, അമ്മയെ കണ്ടായിരുന്നോ? അമ്മയെയോ? അമ്മയെ കാണുന്നില്ല. അവിടെ എങ്ങനെ കാണും സീതേടത്തി? നോക്ക്. എല്ലായിടത്തും നോക്കി രവി, വീടിനകത്തും മുറ്റത്തും തൊടിയിലും ഒക്കെ നോക്കിയതാ. ഈശ്വര, ആരോടും പറയാതെ അമ്മ ഇത് എങ്ങോട്ട് പോയിരിക്കുവാ? ഞാനൊന്ന് നോക്കട്ടെ. രവി വാടാ. സീതയെടുത്തി, നമ്മുടെ അമ്മായിയമ്മ കാണാനില്ലെന്ന് കേട്ടു. അല്ല, മൂത്ത മരുമകളുടെ സ്വഭാവശുദ്ധി തിരിച്ചറിഞ്ഞ ഷോക്കില് എവിടെയെങ്കിലും പോയി ചത്തോ അവര്? അല്ല, അതോ രഹസ്യം പുറത്തറിയാതിരിക്കാനായി നിങ്ങൾ കൊന്നോ? മതി, ഒന്ന് പോ സീതയെടുത്തി. ഇതാരാ ഇത്ര രാവിലെ? വല്യണ്ണ, ആ വാതിലൊന്ന് തുറക്കാവോ? അയ്യോ, ഇത് ആരാ? എടി വനജേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അയ്യോ ചേച്ചിയോ, വാ കയറിയിരിക്കേ, ഞാൻ കാപ്പി എടുക്കാം. ഞാൻ വന്നത് കയറിയിരിക്കാനും കാപ്പി കുടിക്കാനും നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നുമല്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അത് നിങ്ങളുടെ വായും തന്നെ അറിയണം. എന്നതാ ചേച്ചി? സീതയുടെ കല്യാണം നേരത്തെ ഒന്ന് കഴിഞ്ഞതാണ്.
ചേച്ചി അത് എനിക്ക് വേണ്ടത് കൃത്യമായൊരു ഉത്തരവാണ്. ആണോ അല്ലയോ? ലജ്ജയില്ലേ നിങ്ങൾക്ക് ഇതെന്റെ മുഖത്ത് നോക്കി പറയാൻ? നിങ്ങളൊരു അമ്മയല്ലേ? ഇത്രയും വലിയൊരു ചതി എന്നോടും എന്റെ പാവം മോനോടും ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ശാരദപ്പങ്ങളെ, അത് ഞങ്ങളൊന്ന് പറയട്ടെ. മിണ്ടരുത്, മിണ്ടരുത്. നിങ്ങൾ മിണ്ടാനുള്ള അർഹതയില്ല നിങ്ങൾക്ക്. കള്ളത്തരം കാണിക്കാൻ ഒരു പെങ്ങളും അതിന് വേലി കെട്ടാൻ ഒരു ആങ്ങളെയും. നിങ്ങളെയും നിങ്ങളുടെ മോളെയൊക്കെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? ചില സമയത്ത് എന്റെ കുട്ടിമണിയിലുള്ളതിനേക്കാൾ ഇഷ്ടം എനിക്ക് അവളോട് തോന്നിയിരുന്നു. പക്ഷേ ഞാനൊരു പെരുങ്കള്ളിയാണ് സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയി. ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഈ പറയുന്ന തീരെ കുറവാ വനജേ. നിങ്ങൾ ചെയ്ത ഈ ചതിക്ക് അമ്മയും മോളെയും നിരത്തി നിർത്തി ചെരുപ്പൂരി മുഖത്തടിക്കുക വേണ്ടത്. ഞാനിത് ചെയ്യാത്തത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പിന്റെ ഭാര്യയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. നിങ്ങൾക്കതില്ലെന്ന് കരുതി എനിക്ക് അങ്ങനെയാകാൻ പറ്റുമോ? ഇനി അറിയാനുള്ളത് അവളുടെ ആദ്യ ഭർത്താവ് എവിടെന്നാ, പിന്നെ ആ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോന്നാ. ഒന്ന് കെട്ടിത് മറച്ചുവെച്ച് ഒരു ഉളുപ്പും കൂസലുമില്ലാതെ ഒരു കുടുംബത്തിൽ കഴിയുന്നവൾക്കാണോ ഒരു കുഞ്ഞിനെ രഹസ്യമായി വളർത്താൻ പാട്? എന്താ, കുഞ്ഞിനെ വളർത്താനുള്ള ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണോ അവള് പുതിയ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി എന്റെ മോന്റെ കൂടെ പന്തലിരുന്നത്? നാളെ അമ്മയെ തിരക്കി ഭാര്യയെ തിരക്കി ആരെങ്കിലും വയലോരം വീട്ടിൽ വന്നാലോ? മതി, നിർത്ത്. അയ്യോ വല്യണ്ണ, ഒന്നും പറയല്ലേ. ഇനി പറയാതെങ്ങനാ? ഇത്രയും നേരം നമ്മൾ കേട്ടില്ലേ? ശാരദപ്പങ്ങൾ ഒരുപാട് പറഞ്ഞു, വാക്കുകൾ കൊണ്ട് കീറി മുറിച്ചു, ചവിട്ടി അരച്ചു. ഞങ്ങൾ തെറ്റുകാരാ. പക്ഷേ ഇത്രയും കേൾക്കാൻ വേണ്ടിയുള്ള മഹാഭാവമൊന്നും സീത ചെയ്തിട്ടില്ല. നേരത്തെ ഒരുത്തിന്റെ ഭാര്യയായിരുന്നു എന്നത് മറച്ചു വെച്ചത് തെറ്റല്ലേ? ആണ് പെങ്ങളെ, സമ്മതിച്ചു. പക്ഷേ കല്യാണ ദിവസം തന്നെ ഭർത്താവ് മരിച്ചു പോയത് അവളുടെ തെറ്റാണോ പെങ്ങളെ? എന്താ എന്താ പറഞ്ഞത്? സത്യം, സത്യമാ പറഞ്ഞത്. കല്യാണ ദിവസം തന്നെ സീതയുടെ ഭർത്താവ് മരിച്ചുപോയി. വെറും 2 മണിക്കൂർ ആയുസ്സുള്ള ഒരു താലി, അത്രയും മാത്രം നീണ്ടു നിന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധം. ചെറുക്കൻ്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാറിൽ സീതയ്ക്കടുത്തിരുന്ന് മരിച്ചുപോയി പയ്യൻ. സൈലന്റ് അറ്റാക്കെന്നോ വേറെ എന്തോ കുന്തമെന്നോ ഒക്കെ ഡോക്ടർമാർ പറഞ്ഞു. എന്താണെന്നറിയില്ല. പയ്യൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മ നിലവിളക്കും കൊണ്ടുവന്നപ്പോൾ മരിച്ചിരിക്കുകയായിരുന്നു. അവള് വാങ്ങിക്കേണ്ട നിലവിളക്ക് അല്പം മുമ്പ് തന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ തലക്കില് വെക്കുന്നത് കണ്ട് ഞങ്ങളുടെ കൊച്ചു നിന്നു. ഈ ലോകത്തിലേക്കും ഏറ്റവും ഭാഗ്യം കെട്ടവളായി, ശപിക്കപ്പെട്ടവളായി. ഭർത്താവിന്റെ കൂടെ ഒരു ദിവസം പോലും കഴിയാതെ വിധവയായവൾ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തുന്ന നോട്ടം എന്റെ മോളുടെ നേർക്കായിരുന്നു. 3-ാം പക്കം സഞ്ചയനം കഴിഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങി. കല്യാണം നടന്ന അമ്പലത്തിന്റെ ഭണ്ഡാരത്തില് താലി ഊരിയിട്ടിട്ട് അവൾ ഇവിടെ വന്ന് നിന്നു. 4 വർഷം അങ്ങനെ പോയി. കല്യാണമേ വേണ്ടെന്ന് വെച്ച് നിന്നപ്പോഴാ ബാലന്റെ ആലോചന വന്നത്. ഞങ്ങള് നിർബന്ധിച്ചിട്ടാ അവള്. എല്ലാം തുറന്നു പറയാമെന്ന് അവൾ ഒരുപാട് തവണ പറഞ്ഞതാ. വനജയും പറഞ്ഞു. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ഒളിച്ചു വച്ചിട്ട് എന്തായി? ഇപ്പൊ പേടിച്ചത് തന്നെ സംഭവിച്ചില്ലേ? ഞങ്ങളുടെ കൊച്ചു പെരുവഴിയിലായില്ലേ? സാരമില്ല, ഞങ്ങൾ സഹിച്ചോളാം. കയ്പാണെങ്കിലും കണ്ണുനീര് കുടിച്ചിറക്കി ശീലിച്ചിട്ടുള്ളവളാ അവള്. ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണോന്ന്
ശാരദപ്പങ്ങൾക്ക് തിരക്കേറിയ 4 കൊല്ലം മുമ്പത്തെ ഒരു ജൂൺ 10-നായിരുന്നു കല്യാണം. പിറ്റേന്നത്തെ പത്രത്തിലൊക്കെ വാർത്തയും ഉണ്ടായിരുന്നു. ചേച്ചി, ഇതാണ് സത്യം. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോള്. തെറ്റ് ചെയ്തത് ഞങ്ങളാ. അതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കില്ലേ, അവളെ ഉപേക്ഷിക്കില്ലേ? ഞാൻ കാല് പിടിക്കാം. എവിടെ പോയതായിരുന്നു അമ്മ? കുട്ടിമണിയോട് പറയാതെ. അമ്മ ഒരു അമ്പലത്തിൽ പോയതാ മോളെ. ഏതമ്പലത്തില്? കൊറേ ദൂരെയുള്ള അമ്പലത്തില്. എന്നിട്ട് പായസം കിട്ടിയോ? പായസം? അശ്ശോ, അമ്മ അവിടെ ചെന്നപ്പോഴേക്കും പായസം തീർന്നുപോയി. അതിന് പകരം അമ്മ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒന്ന് ആശ്വാസമായത്. ജെയിംസ് അല്ല കുട്ടിമണി, ജെയിംസ്. എന്താ ശാരദ, ആരോടും ഒന്നും പറയാതെ എന്തൊരു പോക്കാ നീ പോയത്? പേടിച്ച് മനുഷ്യന്റെ അങ്കാക്കല്ലി ഇളകി പോയല്ലോ. അതെ അപ്പച്ചമ്മേ, അമ്മേണ്ടല്ലോ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടായോ? ഇത് പൊടുന്നില്ലല്ലോ. പോട്ടെ നാത്തൂനെ, ക്ഷമിക്കേ. പെട്ടെന്ന് തിരിച്ചു വരാന്നോർത്ത് ഞാൻ പോയതാ. വാ, വന്നിത്തിരി കഞ്ഞോളെങ്കിലും കുടിക്കും. ബാലനും രവിയും നിന്നത്തേക്ക് പോയിരിക്കുക. വാ. ആ രവിയേട്ടാ, അമ്മ വന്നു. ഏതോ ഒരു അമ്പലത്തിൽ പോയെന്നാ പറഞ്ഞത്. ആ അങ്ങനെ പറഞ്ഞ് ബാലേട്ടനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. ശരി. അമ്മ വന്നപ്പോഴാ എന്റെ നെഞ്ചിന്റെ പിടപ്പൊന്ന് മാറിയത്. ഞാൻ ഏതൊക്കെ അമ്പലങ്ങളിൽ നേർച്ച നേർന്നു എന്നറിയാവോ? അമ്മ എന്നെ വെറുക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി തെറ്റ് ചെയ്തത് ഞാനാ അമ്മേ. ഒരു വലിയ സത്യം മറച്ചു വെച്ചോളാം ഞാൻ. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സമ്മ കാണിക്കണം. അത് കഴിഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് വിടാവുള്ളൂ. അതുവരെ എന്നെ പറഞ്ഞു വിടല്ലേ അമ്മ. അമ്മയുടെ മുമ്പിൽ വരാതെ ഞാൻ ഒഴിഞ്ഞു മാറി നിന്നോളാം. അകലെ നിന്നാണെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്ന് കണ്ടാ മതി. ചോറ് വേണം. അല്ല, സീത എവിടെ? അയ്യോ, വല്യച്ഛ എവിടെ? വല്യച്ഛ കാണാതെ പോയോ? സീത, സീത,
താൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം ബാലേട്ട. അത് കൊള്ളാം. പിന്നെപ്പോഴാ? മുതുപാതിരായിക്കോ? എടോ, ഇപ്പൊ തന്നെ സമയം 10 മണി കഴിഞ്ഞു. അവിടെ വെക്ക്. അത് പിന്നെ ബാലേട്ടാ, ഈയിടെയായിട്ട് സീതയടുത്തേക്ക് തീരെ വിശപ്പില്ല. ഞാനും ശ്രദ്ധിച്ചു. അല്ല, എന്നതാ കൊച്ചേ, വല്ല അസുഖമാണോ? വായു കയറി വയറ് വിലങ്ങിയാലും വിശപ്പ് കെടും. ഒരു ഇത്തിരി ഇഞ്ചിയും 2 ഉപ്പുകല്ലും കൂടെ ചവച്ച് വിഴുങ്ങിയാ മതി. ഏയ് ഇല്ല, കുഴപ്പമൊന്നുമില്ല അപ്പച്ചിമ്മ. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. അതും കൂടി താ. ഈ പെണ്ണും അടുക്കളയിൽ ഇത്തിരി പണിയും കൂടെ ഉണ്ട്. കടല വെള്ളത്തിടണം നാളത്തേക്ക്. പിന്നെ പാത്രങ്ങളും കൂടി കഴുകി വെച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ആ വല്യച്ചി ഇപ്പൊ കഴിച്ചു വല്യച്ചി. എന്നിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുട്ടുമനോട് കട്ടീസിന് വരല്ലേ കേട്ടാ. എടി മിണ്ടായിരുന്നു കഴിക്കടി. ആ കഴിച്ചാവേ രാജാവേ, മിണ്ടാതിരിച്ചു വാനേ. ആഹാ, ഭക്ഷണം പോലും കഴിക്കാതെ തനിക്കിവിടെ എന്താ പരിപാടി? ഞാൻ ബാലേട്ടന്റെ ഉടുപ്പൊക്കെ എടുത്ത് അടുക്കി വെക്കായിരുന്നു. എന്റെ ഡ്രസ്സൊക്കെ എന്തിനാടോ ഇങ്ങനെ തേച്ചു മടക്കി വെക്കുന്നത്? ഞാനെന്താ ലോകസഞ്ചാരത്തിന് പോകുന്നോ? വലിയ വലിയ ബിസിനസ്സുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാര്യമാര് ഇങ്ങനെ ഭർത്താവിന്റെ ഡ്രസ്സൊക്കെ തേച്ചു മടക്കി വെച്ചാൽ മതി. രാവിലെ പലചരക്കടയിൽ അരിയും പിണ്ണാക്കും വിൽക്കാൻ പോകുന്ന ബാലേന്ദ്രൻ എന്തിനാടോ ഇങ്ങനെ തേച്ചു മടക്കിയ കുപ്പായം? ബാലേട്ടൻ അങ്ങനെ സ്വയം ചെറുതാവൊന്നും വേണ്ട. ബാലേട്ടൻ ഭംഗിയായി തന്നെ നടക്കണം, അതാ എനിക്കിഷ്ടം. ഓ ആയിക്കോട്ടെ, പക്ഷെ ഇത്രയും ഡ്രസ്സ് എന്തിനെടുത്ത് അടുക്കി വെക്കുന്നത്? അതും ഭക്ഷണം പോലും കഴിക്കാതെ. നാളത്തേക്ക് ഒരെണ്ണം പോരെ? അതല്ല ബാലേട്ട, ഞാനിവിടെ ഇല്ലാതെ വന്നാല്. പിന്നെ താൻ എന്നെ ഇവിടെ ഇട്ടിട്ട് കാശിക്ക് പോകുന്നു? മനുഷ്യന്റെ കാര്യമല്ലേ, ആരൊക്കെ എന്ന് എപ്പോ എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ താനെങ്ങും പോകുന്നില്ലല്ലോ. ഇനി പോയാൽ തന്നെ വയലോരം വീട്ടിലെ ഈ മണ്ടൻ ബാലേന്ദ്രൻ അങ്ങ് തെക്കുവശത്ത് 6 അടി നീളമുള്ള ഒരു കൊള്ളിയായിട്ട് കത്തിയെറിഞ്ഞിട്ട് പോയാ മതി. ബാലേട്ട എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? തനിക്ക് പറയാമെങ്കിൽ പിന്നെ എനിക്കും പറഞ്ഞൂടെ? സത്യമാടോ, അത്രയ്ക്കിഷ്ടം എനിക്ക് തന്നെ. ആ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവനാ ഞാൻ. പറയാൻ വലിയ ഭംഗിയുള്ള വാചകങ്ങളൊന്നും അറിയത്തുമില്ല. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിച്ചു തരാൻ കയ്യിൽ കാശുമില്ല. പക്ഷേ എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ ഓരോ നിമിഷത്തെ ചിന്തകളിലും താനുണ്ട്. ബാലേട്ടൻ ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിപ്പിക്കുക. ഏയ്, താൻ കരയണ്ട. പെട്ടെന്ന് തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാ, ഞാൻ എടുത്തു വയ്ക്കാം. അയ്യോ ബാലേട്ട വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം. അതൊന്നും സാരമില്ല. ഇന്ന് തനിക്ക് വിളമ്പി തരണമെന്ന് എനിക്കൊരു തോന്നൽ. മുമ്പേ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചപ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടലായിരുന്നു. അതുകൊണ്ട് താൻ കഴിച്ചു തീരും വരെ തനിക്ക് കൂട്ടായിട്ട് അവിടെ ഇരുന്നോളാം. എന്താ? പെട്ടെന്ന് വന്നേക്കണേ. യാത്ര ചോദിക്കാൻ വന്നതാ ഞാൻ. പോവാൻ ഇഷ്ടമുണ്ടായിട്ടല്ലമ്മേ, പക്ഷെ എനിക്കിവിടെ വയ്യമ്മേ. അമ്മയുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ തെറ്റുകാരിയാ.
അമ്മയോട് യാത്ര ചോദിക്കാൻ വന്നതാ ഞാൻ. പോവാൻ ഇഷ്ടമുണ്ടായിട്ടല്ലമ്മേ, പക്ഷെ എനിക്കിവിടെ വയ്യമ്മേ. അമ്മയുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ തെറ്റുകാരിയാ, സമ്മതിച്ചു. പക്ഷെ അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ദൈവം എനിക്ക് എന്നൊരു വിധി, അത് ഞാൻ ഏറ്റെടുത്തു. വയലോരം വീട് വിട്ടു പോകുന്നത് എന്നെ സംബന്ധിച്ച് മരണതുല്യവാമേ. ഈ വീട്, ബാലേട്ടൻ, എന്റെ കുട്ടിമണി, പിന്നെ എനിക്ക് ജീവനാ എന്റെ അമ്മ. പക്ഷെ എനിക്കിവിടെ നിൽക്കാനുള്ള അർഹതയില്ല. ഞാൻ പോവാ. അമ്മ എന്നെ ശപിക്കരുത്, എന്നോട് വെറുപ്പ് തോന്നരുത്. ഇനി ഞാനിവിടെ നിന്ന ചങ്ക പൊട്ടി ചത്തുപോകും. അമ്മ എന്നോട് മിണ്ടുന്നില്ല, പണ്ടത്തെ പോലെ മോളെ എന്ന് വിളിക്കുന്നില്ല, എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല. വയ്യമ്മ, എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കാൻ വയ്യാത്തോണ്ടാ. അമ്മ എന്നെ പോവാൻ അനുവദിക്കണം.